പ്രണയിനി ഭാഗം 10. നെറ്റിയിൽ ഐസ് ബോട്ടിൽ വെച്ചുകൊണ്ട് സോഫയിൽ അപ്പുവിൻ്റെ തോളിൽ തലവെച്ചിരിക്കുകയാണ് കീർത്തി. അവൻ്റെ മറുഭാഗത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് ആരു. കൂടെ അവർക്ക് മുന്നിലുള്ള സോഫയിൽ ഇളിച്ചുകൊണ്ട് എഡിയും. കുറച്ചു മുന്നേ ബോധം കെട്ട് വീണ കീർത്തുവിനെ എങ്ങനെയൊക്കെയോ എടുത്ത് സോഫയിൽ ഇരുത്തിയതാണ് അപ്പു. പക്ഷേ പുള്ളിക്കാരി ഇപ്പോഴും സ്വപ്നലോകത്ത് നിന്നും മടങ്ങി വന്നില്ലെന്ന് തോന്നുന്നു. ഏട്ടാ. ഒന്നും മിണ്ടാതെ ഇരുവരെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അപ്പുവിൻ്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ ആരു പതിയെ അവനെ തലയുയർത്തി നോക്കി വിളിച്ചപ്പോൾ അപ്പു ഒരു നിമിഷം അവളെ നോക്കി, പിന്നെ മുന്നിലിരിക്കുന്ന എഡിയെയും. എന്നാൽ അപ്പുവിൻ്റെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന ആരുവിനെ കുശുമ്പോടെ വീർത്ത മുഖത്തോടെ നോക്കി നിൽക്കുന്ന എഡിയെ കണ്ടപ്പോൾ അത്രയും നേരം വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയായിരുന്ന അപ്പുവിൻ്റെ മുഖം എന്തുകൊണ്ടോ ഒന്ന് വിടർന്നു. എന്താ കുഞ്ഞി? ആരുവിനെ കൂടുതൽ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അപ്പു ചോദിച്ചപ്പോൾ പെട്ടെന്നെന്തോ ബോധം വന്നതുപോലെ കീർത്തു അപ്പുവിൻ്റെ നെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ആരുവിനെയും എഡിയെയും മാറി മാറി നോക്കി. എടി മിണ്ടാപ്പൂച്ചേ, നീ എന്തിനാടി ഈ സാറിനെയും കൂട്ടി ഇവിടെ വന്നത്? മാത്രമല്ല ഞങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു രണ്ടും കൂടെ കണ്ണും കണ്ണും നോക്കി ജ്യൂസ് കുടിക്കുന്നു? എന്താ നിങ്ങൾ തമ്മിൽ ലവ് ആണോ? ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞു തുടങ്ങി അവസാനം അത് ചോദിക്കുമ്പോൾ കീർത്തു ആരുവിനെയും എഡിയെയും മാറി മാറി നോക്കി നാണത്തോടെ അപ്പുവിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. ഇത്തവണ അവളുടെ കളി കണ്ട് ബോധം പോകാനായത് എഡിക്കായിരുന്നു. വലിയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് എന്തു വന്നാലും ആരുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടിരുന്ന അവൻ അവളുടെ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയി. ഈ കൊച്ചിന് ഭ്രാന്താണോ അർണവ്? ആദ്യത്തെ പകപ്പിന് ശേഷം ഒരു കുസൃതി ചിരിയാലെ കീർത്തുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എഡി അപ്പുവിനോട് ചോദിച്ചപ്പോൾ അവൾ വീർത്ത മുഖത്തോടെ അവനെ നോക്കി. ഭ്രാന്ത് നിങ്ങളെ ദേ ഇരിക്കുന്നു, നിങ്ങളുടെ പെണ്ണിനാ ഭ്രാന്ത്. കഥ അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിൽ കിളിപോയിരിക്കുന്ന ആരുവിനെ ചൂണ്ടിക്കൊണ്ട് കുറുമ്പോടെ കീർത്തി പറഞ്ഞപ്പോൾ എഡി അവളെ നോക്കി നന്നായി ഒന്ന് എളിച്ചു കാണിച്ചു. മോളെ അവളെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കളിയും ഇവിടെ വേണ്ടാട്ടോ. ഷീ ഈസ് മൈൻ. പ്രണയത്തോടെ ആരുവിനെ നോക്കി മനസ്സിലുള്ളത് അതുപോലെ തന്നെ തുറന്നു പറഞ്ഞവനെ കീർത്തവും അപ്പുവും പരസ്പരം നോക്കി. പിന്നെ എന്തോ മനസ്സിലായതുപോലെ അവർ തലയാട്ടി ചിരിച്ചു. എന്നാൽ അതുകൂടെ ആയതും ആകെ നാണം കെട്ട പോലെ ആയ ആരു വെപ്രാളത്തോടെ സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഞാനൊന്ന് ഫ്രഷായി വരാം. അപ്പുവിനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് ആരു അവിടെ നിന്ന് നടന്നപ്പോൾ അവൾക്ക് പിറകെ കീർത്തവും ഓടിയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ അത്രയും നേരം ചിരിച്ചു കൊണ്ടിരുന്ന അപ്പുവിൻ്റെ മുഖം ഗൗരവമുള്ളതായി മാറി. അത് കണ്ട എഡി ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ അരികിൽ ചെന്നിരുന്നു. ഇതേസമയം ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ടതെല്ലാം വാരിക്കൂട്ടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരികയായിരുന്നു ശില്പ. നന്ദനെ അവിടെ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറണം എന്നുള്ളത് കൊണ്ട് അവൾക്കൊരു ടാക്സി അറേഞ്ച് ചെയ്തു കൊടുക്കുകയായിരുന്നു. ഫ്ലാറ്റിന് മുന്നിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി റൂമിലേക്ക് നടക്കുമ്പോൾ ശില്പയുടെ മനസ്സിൽ നിറയെ വൈകിട്ട് നന്ദൻ വന്നാൽ അവനെയും കൂട്ടി അപ്പുവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം എന്നായിരുന്നു. അങ്ങനെ സമാധാനമായി നിങ്ങളെ ജീവിക്കാൻ ഞാൻ വിടില്ല. നിങ്ങൾ എന്നോട് ചെയ്തതിന് നിങ്ങളുടെ അനിയത്തിയുടെ കണ്ണുനീർ കൊണ്ട് ഞാൻ പകരം വീട്ടും. വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും, സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ വേഗത്തിൽ റൂമിലേക്ക് കയറി. എഡ്വിൻ, ആരാധ്യ, അവൾ എനിക്കെൻ്റെ അനിയത്തി മാത്രമല്ല, എൻ്റെ മോളെ പോലെയാണ് എനിക്കവൾ. അതുകൊണ്ട് തന്നെ അവളുടെ ലൈഫ് വെച്ച് കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഗൗരവത്തോടെ അപ്പു പറയുന്ന കേട്ടപ്പോൾ എഡി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ആരുവിൻ്റെ അടുത്ത് നിന്ന് കീർത്തവും കൂടെ അവർക്കരികിൽ വന്നിരുന്നു. അർണവ്, തൻ്റെ ആ പൂച്ചക്കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാടോ. എൻ്റെ അമ്മച്ചി കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന ഏറ്റവും നിഷ്കളങ്കതയുള്ള പെണ്ണ് അവൾ മാത്രമാണ്. എന്തോ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ബൊമ്മക്കുട്ടി ഇടിച്ചു കയറിയത് എൻ്റെ നെഞ്ചിലേക്കാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ കീർത്തുവിന് ഒരുപാട് സന്തോഷം തോന്നി. സത്യമാണോ ചേട്ടായി? ചേട്ടായിക്ക് എൻ്റെ ആരുവിനെ ഒത്തിരി ഇഷ്ടമാണോ? അല്ലേലും ആർക്കാ അവളെ ഇഷ്ടമാകാത്തത്? പാവമാണവൾ. കീർത്തു പറയുന്നത് കേട്ടപ്പോൾ എഡി അവളെ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടോ കീർത്തുവിൻ്റെ സംസാരവും കളിയുമൊക്കെ അവനിൽ ഒരനിയത്തിയുടെ സ്ഥാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവളോട് പ്രണയം തോന്നിയിരുന്നു. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് വിടാതെ ഇങ്ങനെ അവൾക്കൊപ്പം. പക്ഷേ ഇപ്പോൾ തോന്നുന്നു നിങ്ങളോട് കൂടെ പറഞ്ഞിട്ട് അവളെ എൻ്റേത് മാത്രമാക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നത്, എഡി പറഞ്ഞു. എഡി, തൻ്റെ ഈ വാക്കിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് നിനക്ക് അവളോടുള്ള ആത്മാർത്ഥമായ പ്രണയം. പക്ഷേ എല്ലാത്തിനും ഉപരി നീ ആദ്യം അവളുടെ മനസ്സാണ് അറിയേണ്ടത്, അല്ലാതെ ഞങ്ങളുടേതല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ബന്ധത്തിൽ സമ്മതക്കുറവൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ആരു, അവളുടെ അഭിപ്രായമാണ് ആദ്യം അറിയേണ്ടത്.
അപ്പു പറഞ്ഞപ്പോൾ എഡ്ഡി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു അളിയ. അളിയൻ്റെ സമ്മതം കിട്ടിയ സ്ഥിതിക്ക് അളിയൻ്റെ പെങ്ങളെ ഞാൻ വളച്ച് കുപ്പിയിലാക്കിയിരിക്കും. കുറുമ്പോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഡ്ഡി പറഞ്ഞപ്പോൾ അവനോടൊപ്പം അപ്പുവും കീർത്തുവും കൂടി. പിന്നെയും അവർ പരസ്പരം ഓരോന്നും സംസാരിച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ ഒരിക്കൽ പോലും എഡ്ഡി നന്ദനെ പറ്റി അവരോട് ചോദിച്ചിരുന്നില്ല. അപ്പുവും കീർത്തുവും അവനോട് പറയുകയും ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ 3 പേരും മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ് നന്ദകിഷോർ. കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എഡ്ഡി പോകാനിറങ്ങിയപ്പോൾ അപ്പോൾ പോലും ആരും റൂമിൽ നിന്ന് ഇറങ്ങാത്തത് കണ്ടപ്പോൾ അവന് എന്തുകൊണ്ടോ വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അവർക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവൻ യാത്ര പറഞ്ഞിറങ്ങി. ഈ ആരു മുറിയിൽ നിന്ന് എന്തെടുക്കുക അപ്പുവേട്ടാ? പാവം ചേട്ടായി. പോണതിന് മുന്നേ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. വിഷമത്തോടെ കീർത്തു പറഞ്ഞപ്പോൾ അപ്പു അവളെ ഇടുപ്പിൽ കൂടി കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. എൻ്റെ കീർത്തി, പെട്ടെന്ന് ഇതുവരെ കാണാത്തതും അറിയാത്തതുമായ ഒരാൾ വന്ന് ഇഷ്ടം പറഞ്ഞാൽ ആർക്കെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനാകുമോ? അതുതന്നെയാണ് ആരുവിനും. എന്തായാലും ഈ ഒരു ബന്ധത്തിന് അവളെ അധികം നിർബന്ധിക്കേണ്ട. ആദ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അന്നും തന്നെ കൊണ്ടാവില്ലെന്ന് ഒഴിഞ്ഞു മാറി അവളെ നമ്മളല്ലേ അവനിലേക്ക് അടുപ്പിച്ചത്. ഇപ്പോൾ എന്തായി? വേറൊന്നിനെ കിട്ടുന്നത് വരെ അവന് നമ്മുടെ ആരുവിനോട് സ്നേഹമുണ്ടായുള്ളൂ. അതുപോലെ ആകരുത് ഏട്ടി. അങ്ങനെ ആവില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാണ് ആരുവിനോടുള്ള ഭ്രാന്തമായ പ്രണയം. ഒരു ദീർഘനിശ്വാസത്തോടെ അപ്പു പറഞ്ഞപ്പോൾ കീർത്തു ഒന്ന് തലയാട്ടി. ശരിയാ ഏട്ടൻ പറഞ്ഞത്. നമ്മുടെ കാര്യം ഓക്കെ ആക്കാൻ വേണ്ടി വെറുതെ നമ്മൾ ആരുവിനെ ഏട്ടനിലേക്ക് ചേർത്ത് വെച്ചു. അന്ന് അങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം നമ്മളിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൾക്ക് ഇത്രമാത്രം വേദനിക്കില്ലായിരുന്നു. ഒരു തരത്തിൽ നന്ദൻ എന്നയാളെ അവൾക്ക് ലഭിക്കാനും നഷ്ടപ്പെടാനും കാരണം നമ്മൾ തന്നെയാണ് അല്ലേ ഏട്ടാ? കണ്ണ് നിറച്ചുകൊണ്ട് കീർത്തു അത് പറഞ്ഞപ്പോൾ അപ്പോൾ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി കീർത്തി. ഇനി നമ്മൾ ഭാവിയാണ് നോക്കേണ്ടത്. പാസ്റ്റ് ഈസ് ഓൾസോ പാസ്റ്റ്. ഒന്ന് ചിരിച്ചടി പെണ്ണേ. കീർത്തുവിൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അപ്പു പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. അപ്പുവേട്ടാ, എത്ര പാസ്റ്റാണെന്ന് പറഞ്ഞാലും ഒരു നാൾ ആ നന്ദകിഷോർ എന്നയാൾക്ക് മനസ്സിലാകും താൻ നഷ്ടപ്പെടുത്തിയത് അമൂല്യമായ ഒരു നിധിയായിരുന്നുവെന്ന്. പക്ഷേ ആ സമയം ഒന്ന് കയ്യെത്തി പിടിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ആരു ചേട്ടായിയുടെ നെഞ്ചിലായിരിക്കും. എനിക്കുറപ്പുണ്ട് അവൾക്ക് വേണ്ടി ജനിച്ചവനാണ് ചേട്ടായി, അവളുടെ പ്രാണനായി മാറാൻ. അതീവ സന്തോഷത്തോടെ കീർത്തു പറയുന്നത് കേട്ടപ്പോൾ അപ്പുവിൻ്റെ മനസ്സിലും സന്തോഷമായിരുന്നു. എന്നാൽ ഒരു ഡോറിന് മറവിൽ നിന്നുകൊണ്ട് ഇവരുടെ സംഭാഷണമൊക്കെയും കേട്ടുകൊണ്ടിരുന്ന ആരോ നിറഞ്ഞൊഴുകുന്ന മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനമെടുത്ത ശേഷം തിരിച്ച് റൂമിലേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം അവരുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി ആരുവിനെ കാണാത്തത് കൊണ്ടുള്ള മൂഡ് ഓഫിൽ നടക്കുകയായിരുന്ന എഡ്ഡി ഒരു റൂമിന് മുന്നിൽ എത്തിയതും അതിൽ നിന്നും ഒരു കൈ വന്നവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കിയ അവൻ തനിക്ക് മുന്നിൽ വശ്യമായ ചിരിയോടെ നിൽക്കുന്ന ശില്പയെ കണ്ടപ്പോൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നാൽ അവൻ്റെ നോട്ടം വകവെക്കാതെ അവൻ്റെ ശരീരത്തെ എത്തി വലിക്കുകയായിരുന്നു അവളുടെ കാമം നിറഞ്ഞ മിഴികൾ.